നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂരിലെ CPM സ്ഥാനാർത്ഥിയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ M സ്വരാജിൻ്റെ ഭാര്യ സരിത മേനോൻ്റെ 16 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത PhD 1 ലക്ഷം രൂപ ഫൈൻ വാങ്ങി ചട്ടപ്രകാരമാക്കാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി തീരുമാനിച്ചത് വലിയ തോതിലുള്ള എതിർപ്പാണ് വിളിച്ചു വരുന്നത്. 16 വർഷം മുമ്പ് M സ്വരാജിൻ്റെ ഭാര്യ സരിത മേനോൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ PhD തെസീസ് സമർപ്പിച്ച് ഡോക്ടറേറ്റ് നേടിയില്ല. അതോടുകൂടി PhD രജിസ്ട്രേഷൻ ക്യാൻസലായി പോവുകയായിരുന്നു. എന്നാൽ PhD രജിസ്ട്രേഷൻ ക്യാൻസലാകാതിരിക്കാൻ സർവകലാശാല ഒരു പണി പറ്റിച്ചു. 1 ലക്ഷം രൂപ ഫൈൻ അടച്ചാൽ താൽക്കാലികമായി കുറച്ചു പേർക്ക് ഈ PhD രജിസ്ട്രേഷൻ ക്രമപ്പെടുത്തി കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി കൂട്ടിക്കൊടുക്കും. അപ്പോൾ 16 വർഷം മുമ്പ് PhDക്ക് രജിസ്റ്റർ ചെയ്ത ആളുടെ PhD രജിസ്ട്രേഷൻ റദ്ദായപ്പോൾ 1 ലക്ഷം രൂപ ഫൈൻ അടച്ച് അത് നീക്കാനുള്ള ഒരു തീരുമാനമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി കൈക്കൊണ്ടത്. ഇത് M സ്വരാജിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം യൂണിവേഴ്സിറ്റി കൈക്കൊണ്ട ഒരു തീരുമാനമാണെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ അടക്കമുള്ള ആളുകൾ ആരോപിക്കുന്നത്. 16 വർഷം മുമ്പ് യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് രജിസ്റ്റർ ചെയ്ത് PhD പഠനം പൂർത്തിയാക്കാതെ അതിനുശേഷം വർഷങ്ങളോളം ശേഷം PhD രജിസ്ട്രേഷൻ തന്നെ റദ്ദാവുന്ന സ്ഥിതിയിലെത്തിയപ്പോഴാണ് ഒരു മേഴ്സി ചാൻസ് എന്ന പേരിൽ 1 ലക്ഷം രൂപ ഫൈൻ അടച്ച് ആ PhD പഠനം തുടരാനുള്ള അനുമതി കണ്ണൂർ യൂണിവേഴ്സിറ്റി M സ്വരാജിൻ്റെ ഭാര്യയ്ക്ക് നൽകിയതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് തീർച്ചയായും ക്രമവിരുദ്ധമാണെന്നാണ് വിവിധ അധ്യാപക സംഘടനകൾ അടക്കം ആരോപിക്കുന്നത്. CPM നേതാവിൻ്റെ ഭാര്യയ്ക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി നൽകുന്ന ഒരു മേഴ്സി ചാൻസ് എന്ന രീതിയിലാണ് ഇതിനെതിരെ ആരോപണം ഉയർത്തിയവർ വിവരങ്ങൾ നൽകുന്നത്. അങ്ങനെ ഒരിക്കലും യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിനോ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിനോ താൽക്കാലികമായി ഇത്തരത്തിലൊരു മേഴ്സി ചാൻസ് നൽകാനുള്ള അധികാരമില്ലത്രേ. CPM സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ CPM നേതാവായ M സ്വരാജിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രത്യേകമായി തട്ടിക്കൂട്ടിയെടുത്ത ഒരു തീരുമാനമാണത്രേ ഇത്. 16 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത PhDയുടെ രജിസ്ട്രേഷൻ ക്യാൻസലായി പോകുമെന്ന് ഏതു മനുഷ്യനും അറിയാം. എന്നാൽ ആ രജിസ്ട്രേഷൻ ക്യാൻസലായി പോകാതിരിക്കാൻ M സ്വരാജിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രത്യേകമായൊരു ഉത്തരവ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇറക്കുകയായിരുന്നു. താൽക്കാലികമായി കുറച്ചു പേർക്ക് 1 ലക്ഷം രൂപ ഫൈൻ അടച്ചാൽ ഈ രജിസ്ട്രേഷൻ പുതുക്കി നൽകും, അങ്ങനെ അവർക്ക് PhD നേടാം. നേരത്തെ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരുടെ പ്രായം 50 വയസ്സാക്കി സർക്കാർ ഉയർത്തിയിരുന്നു. സർക്കാർ കോളേജുകളിൽ അധ്യാപകരായി ചേരേണ്ട പ്രായം 50 വയസ്സ് എന്ന് സർക്കാർ നിജപ്പെടുത്തിയിരുന്നു. മറ്റുള്ള സർക്കാർ വകുപ്പുകളിലെല്ലാം 40 വയസ്സാണെന്നിരിക്കെ കോളേജ് അധ്യാപകരുടെ കാര്യത്തിൽ മാത്രം പരമാവധി വയസ്സ് 50 ആക്കി സർക്കാർ ഉയർത്തിയതും CPM നേതാക്കളുടെ ഭാര്യമാർക്ക് വേണ്ടിയാണെന്നും CPM നേതാക്കളുടെ ഭാര്യമാർക്ക് എയ്ഡഡ് കോളേജുകളിലും സർക്കാർ കോളേജുകളിലും അധ്യാപകരായി ജോലി നേടാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു ഈ വയസ്സിളവ് ഉയർത്തലെന്നുമുള്ള ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. CPM നേതാക്കളുടെ ഭാര്യമാർക്ക് പിൻവാതിലിലൂടെ കോളേജ് അധ്യാപകരാകാനുള്ള ഒരു അവസരമാണത്രേ ഇതിലൂടെ സർക്കാർ ഒരുക്കി കൊടുത്തത്. ഇപ്പോൾ സ്വരാജിൻ്റെ ഭാര്യയുടെ PhD രജിസ്ട്രേഷൻ 16 വർഷം മുമ്പ് നടത്തിയ PhD രജിസ്ട്രേഷൻ റദ്ദാക്കേണ്ടതില്ല, 1 ലക്ഷം രൂപ ഫൈൻ അടച്ചാൽ അത് റദ്ദാക്കേണ്ടതില്ല, വീണ്ടും പഠനം തുടർന്ന് PhD എടുക്കാമെന്നുള്ള രീതിയിൽ സർക്കാർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഒരു തീരുമാനം പുറപ്പെടുവിച്ചത് ശരിക്കും ഇത്തരം നേതാക്കളുടെ ഭാര്യമാരെ സംരക്ഷിക്കാനാണത്രേ. ഏതായാലും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ CPM നേതാക്കളുടെ ഭാര്യമാർക്കായി കൃത്യമായ ചില ഓപ്പറേഷനുകൾ എപ്പോഴും നടക്കാറുണ്ടെന്ന് CPM ഭരണം വന്ന കാലം മുതലേ ആരോപണം ഉയർന്നതാണ്. സ്പീക്കറായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്പീക്കർ M ഷംസീറിൻ്റെ ഭാര്യയ്ക്ക് ഇതുപോലെ ചട്ടവിരുദ്ധമായിട്ട് സർക്കാർ കോളേജിൽ കയറാനുള്ള അവസരം ഉണ്ടാക്കിയെന്നും അതിനുശേഷം മറ്റു ചില CPM നേതാക്കളുടെ ഭാര്യമാർക്കും ഇത്തരത്തിൽ സർക്കാർ കോളേജുകളിൽ അധ്യാപകരാണുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെന്നുമെല്ലാം ആരോപണങ്ങൾ ഉയർന്നു. ഏതായാലും ഇപ്പോൾ M സ്വരാജ് നിലമ്പൂരിലെ CPM സ്ഥാനാർത്ഥിയായ M സ്വരാജിൻ്റെ ഭാര്യയ്ക്ക് ചുളുവിൽ PhD പഠനം പൂർത്തീകരിച്ച് ഡോക്ടറേറ്റ് നേടാനുള്ള ഒരു അവസരം
ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഇതിനെതിരെ ഗവർണർക്കും മറ്റു തലങ്ങളിലുമെല്ലാം സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിനും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ കോളേജ് അധ്യാപക സംഘടനയായ ഓൾ കേരള പ്രൈവറ്റ് ടീച്ചേഴ്സ് അസോസിയേഷനും തുടങ്ങി അവരെല്ലാവരും വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഗവർണർക്ക് പരാതികൾ പോയിട്ടുണ്ട്. ഗവർണർ ഇടപെട്ട് ഈ PhD രജിസ്ട്രേഷൻ നീട്ടിക്കൊടുത്തത് റദ്ദാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ജൂൺ 19 നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടത്താനിരിക്കെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ CPM സ്ഥാനാർത്ഥിയായ M സ്വരാജിൻ്റെ തലയ്ക്ക് ശരിക്കും ഒരു അടിയായി ഈ ആരോപണമെന്നാണ് CPM നേതാക്കൾ തന്നെ പറയുന്നത്.